നമസ്കാരം. മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. വളരെ രസകരവും കൗതുകവുമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പന്തി വാർഡിനെയും മുണ്ടിയാപറമ്പ് വാർഡിനെയും ബന്ധിപ്പിക്കുന്ന ജീപ്പ് പാലത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു പാലമായിരുന്നു ഈ ജീപ്പ് പാലം. 2020 തകർന്ന് തരിപ്പണമായ ഒരു പെരുമഴക്കാലത്ത് തകർന്ന് തരിപ്പണമായ പാലമാണിത്. നിരവധി പരാതികൾ തന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇതിനൊരു പ്രതിവിധിയില്ലേ? നമ്മൾ ആരോട് പരാതിപ്പെടണോ ഇതെല്ലാം? എന്തായാലും കാത്തിരിക്കാം നമുക്ക്. അതും ഒരു സുഖമല്ലേ? നിലവിലിത് 47 വർഷം പഴക്കമുള്ള പാലമായിരുന്നു. 47 വർഷത്തിന് മുകളിലുണ്ട് നിലവിൽ. ഇപ്പം കഴിഞ്ഞ പ്രളയത്തിലാണ് ഇതിൻ്റെ ഈ ഒരു സ്ഥിതിയിലായത്. ഇപ്പം നിലവിൽ ഈ പാലം ഉപയോഗിക്കുന്ന ജനങ്ങളെന്നിൽ നാട്ടയിൽ, അതുപോലെ തെങ്ങോല വഴി കോളിക്കോടൊക്കെ ഒരു ബൈപ്പാസ് റോഡാണിത്. ഇത് മെയിൻ റോഡിന് ഒരു സൊല്യൂഷനായിട്ട് എന്തെങ്കിലും പറ്റിയാൽ ഇതുവഴി പോകാനുള്ളൊരു ബൈപ്പാസ് റോഡാണിത്. നിലവിലിത് ഈ ഭാഗത്താർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പുറത്ത് വേറെ പാലം ഉള്ളതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഈ പാലം നിലവിൽ. അപ്പം പോയിട്ട് തന്നെ ഇപ്പോൾ 2 വർഷത്തിന് മുകളിൽ കഴിഞ്ഞു ഈ പാലം അവരുടെ ഈ സ്ഥിതിയിലായിട്ട്. കഴിഞ്ഞ ദിവസം കുറേ ടെൻഡറിലും ഒന്നും ഇതെല്ലാം ഫയലിംഗും ചെയ്തു പോയതാണ്. പക്ഷേ ഇതുവരെ അതിൻ്റെ തീരുമാനങ്ങളായിട്ടില്ല. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു പാലം ജനങ്ങൾക്ക് അത്യാവശ്യമാണ്, ഈ ഒരു മേഖലക്കാർക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ അങ്ങോട്ടൊരു ഓട്ടോറിക്ഷയ്ക്ക് വേണമെങ്കിൽ 90 രൂപയാണ് കൊടുക്കുന്നത്. സാധാരണ 50 രൂപയുടെ എത്തുന്നത് 90 രൂപയാണ് ഇവിടെ എത്തുമ്പോൾ, വളഞ്ഞു ചുറ്റി ഇവിടെ എത്തുമ്പോൾ സാധാരണക്കാരന്. അതുപോലെ തന്നെ കുട്ടികളായാലും സ്കൂൾ കുട്ടികളായാലും അതുപോലെ തന്നെ ബുദ്ധിമുട്ട്. വണ്ടിക്കാണ് ഇപ്പം പോകുന്നത്. നടന്നു പോകാൻ തന്നെ വളഞ്ഞു ചുറ്റി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് കൂടിയാണ് വളഞ്ഞു പോകേണ്ടത്. അപ്പം പൊതുവെ ഈ സാധാരണ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഈ പാലം അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, കാൽനട യാത്രക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. പിന്നെ വാഹനങ്ങളും ചെറുവാഹനങ്ങളും അതുപോലെ തന്നെ ഏറ്റവും നമ്മളെ ഇറ്റി മേഖലയ്ക്ക് എത്തിപ്പെടാനുള്ള, കോഴിക്കോട് മേഖലയിലോട്ട് എത്തിപ്പെടാനുള്ള ബൈപ്പാസ് റോഡായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. പണ്ട് പോലെ കാലങ്ങളെ ഉണ്ടായിരുന്നു. അത് പണ്ട് ഇവിടെ ബസ് റൂട്ട് ഉണ്ടായിരുന്നു ഇത് ഇവിടം വരെ പണ്ട് കാലങ്ങളിൽ. ഈ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യ ഒരു പാലമാണിത്, ഉപകാരപ്രദമായൊരു പാലമാണിത്. എത്രയും പെട്ടെന്ന് ഇതൊരു ഉപയോഗം നല്ലൊരു രീതിയിലുള്ള പുനർനിർമ്മാണത്തിനുള്ളൊരു നടത്തി നല്ലൊരു ജനങ്ങൾക്ക് ഉപയോഗ രീതിയിൽ ഈ പാലം പുനർനിർമ്മിച്ചു തരണമെന്ന്. നമുക്ക് ഓട്ടോ ഈ പാലം പോയതുകൊണ്ട് നമുക്ക് ഓട്ടോയിലൊക്കെ ഇറങ്ങിയിട്ട് വേണം വരാൻ. 25 രൂപ കൊടുക്കേണ്ട, 30 രൂപ കൊടുക്കേണ്ട എടുക്കുക. 50-60 രൂപ കൊടുത്തിട്ട് നമ്മളിപ്പം പോകുന്നത്. നമ്മളെ വീട്ടിൽ ചെല്ലേണ്ടിക്ക് 60 രൂപ വേണം. എപ്പോഴാണ് പോയതെന്ന്? പാലം പോയിട്ട് 2 വർഷമായി എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. മറന്നു പോകുന്നെല്ലാം. കൊറോണ വന്നേരെ ഒന്നും ഓർമ്മയില്ല, അതെല്ലാം മറന്നു പോകുന്നു. പാലം പോയിട്ട് 2 വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഓർമ്മയില്ല കേട്ടോ.